അതെ ഫ്രണ്ട്സ്, അങ്കിള് കാരണം മൊത്തം ഫോട്ടോ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. എനിക്ക് തോന്നുന്നു ഒരു 500 സംതിങ് ഫോട്ടോസ് വരെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഈ അങ്കിള് കാരണം തന്നെ കേട്ടോ ഞാനും കീർത്തൂട്ടി ഒന്നായത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗുരുദേവ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഞാൻ ഫോട്ടോസ് ഒക്കെ ഡിലീറ്റ് ചെയ്തപ്പോൾ കരയുന്നത് നിർത്തി അങ്കിൾ അമ്മയും കീർത്തൂട്ടിയും കൊണ്ട് തിരികെ പോയി. കീർത്തൂട്ടി എന്ന് തിരികെ കൊണ്ടിട്ട് അവരെന്താ ചെയ്തേ? എന്റെ അമ്മ എന്നെ വീട്ടിൽ കൊണ്ടുപോയി നന്നായിട്ട് ചീത്ത പറഞ്ഞു, പിന്നെ അടിച്ചു, ബ്രെയിൻ വാഷ് ആക്കാൻ ട്രൈ ചെയ്തു, പിന്നെ ഞാൻ സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. പിന്നെ അതെല്ലാം നോക്കിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ദേവേട്ടനെ വേണം. പിന്നെ എന്റെ അമ്മ സമ്മതിച്ചിട്ടേ ഇല്ല. പിന്നെ അങ്കിള് മതി, ഇനി ഞാൻ പറയാം. ഒരു ചാൻസ് എന്ന് വെച്ചിട്ട് കീർത്തൂട്ടി സൂസൈഡിന് വരെ ശ്രമിച്ചപ്പോ അമ്മ അങ്കിളും ശരിക്കും പേടിച്ചു. അന്ന് കീർത്തൂട്ടിയുടെ അമ്മ വിളിച്ച് ഞാൻ വീട്ടിൽ പോയപ്പോ എനിക്ക് ഒരുപാട് ഉപദേശം കിട്ടി. ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കീർത്തൂട്ടിയുടെ ഗ്രാനി കൂടി ഈ കാര്യങ്ങൾ അറിയുന്നത്. പിന്നീട് അങ്ങോട്ട് എന്റെ കഷ്ടകാലായിരുന്നു. അന്നൊരു ദിവസം ഗ്രാനി റൂമിൽ കയറി വന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. ഇപ്പൊ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞ് എന്നെ അടിക്കാൻ വന്നപ്പോ ദേഷ്യം വന്ന് കൺട്രോൾ പോയി ഗ്രാനിയെ തിരികെ അടിക്കാൻ പോയി എന്നെ ഫ്രണ്ട്സ് ആയിരുന്നു പിടിച്ചു മാറ്റിയത്. അങ്ങനെ മൊത്തത്തിലെല്ലാം കൈവിട്ടുപോയി. ലാസ്റ്റ് ഞാൻ പറഞ്ഞു അങ്ങനെ പെട്ടെന്നൊന്നും ഇറങ്ങാൻ പറ്റില്ല, ആദ്യം റൂമിൽ കയറുമ്പോൾ തന്നെ ഡെപ്പോസിറ്റ് തിരികെ തരാണെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ ഡെപ്പോസിറ്റ് ഒക്കെ നാളെ തരാം, നാളെ തന്നെ 3 പേര് ഇറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് നടന്ന് രാത്രിയായപ്പോൾ ഒരു റൂം സംഘടിപ്പിച്ചു. ഞാൻ കാരണം റൂമിലുണ്ടായിരുന്ന ഫ്രണ്ട്സിന് ഒരുപാട് ബുദ്ധിമുട്ടായി. പക്ഷെ ഇതൊന്നും കാര്യമാക്കാതെ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് കീർത്തിയുടെ അമ്മ എന്നെ വിളിച്ച് ഇതൊന്നും കാര്യമാക്കണ്ട, ഗ്രാനിയുടെ സ്വഭാവം അങ്ങനെയാണ്, മോൻ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഇത്തിരി സമാധാനമായി. പക്ഷെ ചത്താലും കീർത്തനെ ഗുരുദേവന് കൊടുക്കില്ലെന്നായിരുന്നു ഗ്രാനി പറഞ്ഞുകൊണ്ടുണ്ടായത്. അമ്മയും മംഗളും കുറച്ചെങ്കിലും ഓക്കെ ആയപ്പോ ഗ്രാനിയായിരുന്നു പിന്നീട് വില്ലത്തിയായിട്ട് വന്നത്. പക്ഷെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഞാനും കീർത്തിട്ടി ആരും കാണാതെ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ കാര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴായിരുന്നു എന്റെ അമ്മ ഒരു ദിവസം വിളിച്ചിട്ട് പറയുന്നത്, മോനെ നിനക്ക് കണ്ണൂരിൽ നിന്നൊരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്, കാണാൻ നല്ല അടിപൊളി കൊച്ചാണ്, നമുക്കിത് അങ്ങ് ഉറപ്പിച്ചാലോ എന്ന്. എന്റെ ഫ്രണ്ട്സ്, ടെൻഷൻ മേലെ വീണ്ടും ടെൻഷൻ. ഇക്കാര്യം കീർത്തിയോട് പറഞ്ഞ് വെറുതെ അവളുടെ ടെൻഷൻ കൂട്ടണ്ടെന്ന് കരുതി അന്ന് രാത്രി ഞാനൊരു ഡിസിഷൻ എടുത്തു. എന്ത് വന്നാലും പ്രശ്നമില്ല, കീർത്തിയുടെ കാര്യം അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയാമെന്ന്. എന്നിട്ട് അന്ന് രാത്രി ഞാൻ ആദ്യം വിളിച്ചത് ചേച്ചിയായിരുന്നു. ചേച്ചിയുടെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞത് വേണ്ട ഗുരു, ഇക്കാര്യങ്ങളൊന്നും നീ അച്ഛൻ്റെ അടുത്ത് പറയണ്ട, അച്ഛൻ എന്തായാലും സമ്മതിക്കാൻ പോകുന്നില്ല എന്ന്. പക്ഷെ രണ്ടും കൽപ്പിച്ച് അന്ന് രാത്രി തന്നെ ഞാൻ അച്ഛനെ വിളിച്ചു. എന്നിട്ട് അച്ഛൻ എന്താ പറയുന്നത് അടുത്ത പാർട്ടിൽ പറയാം. അപ്പൊ എല്ലാവരും പരസ്പരം ദേഷ്യമൊന്നും ഇല്ലാതെ സന്തോഷത്തോടെ ഇരിക്കണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.